നമ്മൾ നേരെ തമിഴകത്തേക്ക് പോവുകയാണ്. തമിഴകത്തിന്റെ പുതിയ യുവതാരം വിജയ് സേതുപതി അറിയത്തില്ലേ? ஓகே, அதான் சத்தம். ஓகே சார், நான் ஒரு கதை சொல்கிறேன் சார். எப்போதும் பிரச்சனை பார்க்கறா. அந்த பிரச்சனைக்கான காரணம் ஒரு கதையில் இவன் நல்லவன் இவன் கெட்டவன் சாய்ஸ் கொடுத்தா சூஸ் பண்ண ரொம்ப ஈஸி. ஆனால் அந்த கதையில் ரெண்டு பேருமே கெட்டவனுக்கு. ஐயோ ஆக்ஷன் பார்க்கவே இல்லை. அறிவா கேட்டே வேற கண்மணி அன்போட அதில் நான் எழுதும் லெட்டர் மெடல் கடதாசம் வச்சுக்கலாமா? கடவுள் கிட்ட பட்டி கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பார்த்தாவே படிச்சுட்டியா? முதல்ல கண்மணி சொன்னால என்ன கண்மணி வேண்டாம், பொன்மணி போட்டுக்கோ. பொன்மணி என் வீட்டு சௌக்கியமா? நான் இங்கே சௌக்கியமே. பொன்மணி என் வீட்டு சௌக்கியமா? நான் இங்கே சௌக்கியமே. எனக்கு அந்த காய் இருந்தாலே உடம்பு താങ്കാതെ. അബ്രാമി. അപ്പോൾ നമ്മൾ നേരെ കൈദി വിക്രം എന്ന സിനിമയിലൂടെയൊക്കെ വില്ലൻ വേഷത്തിൽ വന്ന ഒരു സുന്ദരനായിട്ടുള്ള വില്ലനുണ്ട്. അതിൽ വിക്രം സിനിമയിൽ ക്ലൈമാക്സിൽ സൂര്യ എൻട്രി ഉണ്ടോ? ഈ വോയിസ് ഇട്ടുണ്ടോ? എമ്പുരാൻ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ വില്ലനായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് അപ്പോൾ കുറച്ച് മലയാളികൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അദ്ദേഹത്തിന്റെ വോയിസ് അർജുൻ ദാസ്. அதாச்சு போலீஸ்காரங்க யாருக்கு தெரியும். அவனுக்கு தலைவாக்கி ஸ்டேஷன் வாசலிக்கணும். அவனுக்கு 1010 நம்ம தொழில் மேலே கை வைக்கிறதுக்கு ஒவ்வொரு போலீஸ்காரங்களும் ஈரோக்குள்ள வரணும். இந்த பேப்பர்ல வச்சு போலீஸ்கார போயிருக்கா அவனுக்கு തലയെ കൊണ്ടുവരുന്നதுக்கு ലൈഫ് ടൈം സെറ്റിൽമെന്റാ. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ നിന്ന് നേരെ ദുൽഖർ സൽമാന്റെ ശബ്ദം കമ്മട്ടി പടം എന്ന സിനിമയിലെ ക്ലൈമാക്സ്. അതരാ ഞങ്ങൾ പെരുവട്ടിയിൽ കുടമ്പളില്ല. പക്ഷേ തമ്മിൽ കൂറുണ്ട്. ചത്തല് ഞങ്ങൾ ഒറ്റ കെട്ട പിന്നെ കേരള സിറ്റി അതിനൊക്കെ ഉറപ്പൊന്നുമില്ല. കാരണം അത് കെട്ടിപ്പൊക്കുന്ന സിമെന്റ് കല്ല് കൂടുന്നില്ല. അതിന്റെ കറുത്ത കട്ടപിടിച്ച ചോര ഉണ്ട്. ഞങ്ങളുടെ ഗംഗനൊക്കെ ചോരയ്ക്ക് നമ്മൾ കേക്കട. പഴയകാല കോമഡി നടൻ ക്യാരക്ടർ വേഷങ്ങളിലൊക്കെ കൈവരിച്ചു വരുന്ന ജനാർദ്ദന്റെ ശബ്ദം. അത് ചൊല്ലുക അവന്റെ കാല്. ഓ എന്റെ കാലല്ല, അവന്റെ കാല് തല്ലി ഓടിക്കാനാ പറഞ്ഞത്. എടാ നീ ഉർവശിട്ടുണ്ടോ? അതിന്റെ പ്രധാന ഓർഡറും മെയിൻ നടന്നുമാണ് ഈ നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ സാറേ. നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു 2-2.5 മണിക്കൂർ